ഏട്ടാ, ഇനി 1 മാസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ മോനിങ്ങ് വരും. അപ്പൊ ഇത് മോനാന്ന് ഉറപ്പിച്ചോ? മോളായാലോ? മോനാ, ഞാൻ ഉറപ്പിച്ചു, ഇത് മോനാ. പിന്നെ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണം. നമ്മുടെ മോന് ഞാൻ പറഞ്ഞ പേരിടണം, ഹോബിക്കുട്ടൻ. അയ്യേ, ഹോബിയോ? എന്താ ഹോബിക്കുട്ടൻ എന്നുള്ള പേരിന് കുഴപ്പം? കല്യാണം കഴിക്കുന്നതിന് മുന്നേ മുതൽ ഞാൻ പറയുന്ന കാര്യമാ, ഇപ്പൊ മാറ്റി പറയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജങ്കൂസൊക്കെ ഇടാവില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, കിം ജോങ് ഉൻ എന്നിട്ട്. അതാവുമ്പോ എല്ലാരും ഓർത്തിരിക്കും, നല്ല പേരല്ലേ. A few moments later. ഏട്ടാ, ഇത് എന്നാ വയറാ? എനിക്ക് തോന്നുന്നതേ നമുക്ക് ഇരട്ട പിള്ളേരാന്നാ. അങ്ങനെയാണെങ്കിൽ 2 പേര് കണ്ടുപിടിക്കണം. ഒന്നൊരു ഹോബിന്നിട്ട് ഒന്നൊരു യൂങ്കിന്നിടാം. അതാവുമ്പോ സോപ്പായി. സോപ്പല്ല, ഓയില്. ഓയില് നിങ്ങൾ തേച്ചാ മതി. അതെ, ഇത് ഇരട്ട ആയിരിക്കുമോ? ഒന്നും. നിങ്ങളൊരു അച്ഛനാണോ? എനിക്കെന്തെല്ലാം പ്രതീക്ഷ, നിങ്ങൾക്കതൊന്നുമില്ല. A few moments later. ഏട്ടാ, ഏട്ടാ, ഏട്ടാ. ഓ സോറി. ഒന്ന് സൂക്ഷിക്ക്. ഏട്ടാ, ഇത് കണ്ടോ? ആഫ്രിക്കയിൽ ഒരു സ്ത്രീക്ക് ഒറ്റ പ്രസവത്തിൽ 7 പിള്ളേര്. എന്ത് രസമായിരിക്കല്ലേ? എന്റെ വയറ് കണ്ടിട്ട് എനിക്ക് 7 എണ്ണം ഉണ്ടെന്നാ തോന്നേ. 7 എണ്ണം ഉണ്ട്. പേര് 7 ഞാൻ ഉറപ്പിച്ച്. 7 പെണ്ണാണെങ്കിൽ ഞാനും നീയും പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. എനിക്കല്ല, ആ മക്കളെ ഉണ്ടാവത്തുള്ളൂ. എനിക്ക് ഉറപ്പാ. എന്നാണെങ്കിലും എന്റെ ആദ്യത്തെ ആണായിരിക്കും. ഇനി ഇതിൽ 7 ഉണ്ടെങ്കിൽ 7 ആണായിരിക്കും. 7 ആണാണെങ്കിൽ ഞാനൊരു പേര് കണ്ടു വെച്ചിട്ടുണ്ട്. ഓ, അറിയാം. 7 പേരും നന്നായിട്ടറിയാം. A few moments later. ഏട്ടാ, എന്നാടി ഇതിൽ എന്നതാ ഈ നടക്കുന്നേ? ഇത്രയും വലിയ വയറും കൊണ്ട് ഞാൻ നടക്കുന്ന പോലെ എന്റെ തൊഴിയും അടിയും ഒക്കെയാ. ഇതിനകത്ത് ഇരട്ടകളാന്നുള്ള കാര്യം ഉറപ്പിച്ച്. അടുത്തത് ഇരട്ട. തമ്മി തല്ലും ഇരട്ട പിള്ളേരും. ഏട്ടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, കൂക്കിയും ജിന്നനും. ചിന്നനോ? എന്റെ അപ്പൂപ്പന്റെ അച്ഛന്റെ പേര് ചിന്നൻ. അത് നല്ല പേരാ. നിങ്ങളുടെ അപ്പൂപ്പന്റെ പേരൊന്നുമില്ല. പിന്നെ ചിന്നനല്ല, ജിന്നൻ. നല്ല സൂപ്പർ പേരാ. ജിന്നൻ എന്നുള്ള പേരിനെ ക്യൂട്ട് ആക്കിയിട്ട് ജിന്നൻ എന്ന് വിളിക്കും. അമ്മയുടെ ജിന്നൻ. എടി, ജിന്നെന്ന് പറഞ്ഞ എന്നറിയോ? ജിന്ന്, പ്രേതം. ജിന്ന് നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അറിയാലോ, എന്റെ അമ്മായിയമ്മ ജിന്ന്. കൂളായിട്ട് എന്റെ അമ്മയ്ക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ അവള്? ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ പറഞ്ഞാലും ഏട്ടന് ദേഷ്യവാ. ഗർഭകാലത്ത് ഭാര്യയുടെ ഇഷ്ടങ്ങളൊക്കെ നടത്തി തരുന്നത് ഭർത്താവാ. ഒരു ഓർമ്മയില്ല, എന്നെ വഴക്കും പറയുന്നു. നിന്റെ ഏതാഗ്രഹം ഞാൻ നടത്തി തരാഞ്ഞത്? കല്യാണത്തിന് മുന്നേ തന്നെ എനിക്ക് വാക്ക് തന്നൊരു കാര്യമുണ്ട്. ആ ആഗ്രഹം ഇപ്പോഴും നടത്തിയിട്ടില്ല. ഇപ്പോഴെങ്കിലും നടത്തുവോ? കപ്പയും കോഴിയിറച്ചി വേണോന്ന് പറഞ്ഞു. കുമരകൻ ഷാപ്പിൽ കൊണ്ടുപോയിട്ട് ഞണ്ട് കറി കഴിക്കണോന്ന് പറഞ്ഞു, കഴിപ്പിച്ച്. മലപ്പുറത്ത് പോയിട്ട് കല്ലുമ്മക്കായുടെ അച്ചാറ് ഫ്രഷ് വേണോന്ന് പറഞ്ഞു, കൊണ്ടു തന്നു. ഇനി എന്നാ നിനക്ക് വേണ്ടേ? എനിക്ക് ചെറിയ ബ്ലോസം കാണണം. അതാണോ? ചെറിയോ? നമ്മുടെ രാജൻ ബേക്കറുണ്ട്, ഞാൻ വൈകിട്ട് വാങ്ങിത്തരാം. അയ്യടാ, രാജൻ ബേക്കറിലെ ചെറിയല്ല, ചെറിയ ബ്ലോസം, പൂവ്. ഇത് ജപ്പാനിലും കൊറിയയിലും മാത്രം ഉണ്ടാകുന്ന ചെടിയാ. ചെറിയ ബ്ലോസം പിങ്ക് കളറിലിരിക്കും. ജപ്പാനിലോ? എന്റെ മക്കളെ, അമ്മയുടെ വിധി ഇതായി പോയി. ഇനി നിങ്ങൾ വലുതായിട്ട് വേണം അമ്മയും കൊണ്ട് കൊറിയക്ക് പോവാൻ. എന്റെ പൊന്നെ, കല്യാണം കഴിഞ്ഞും 2-ാം മാസം നീ ഗർഭിണിയായി. ഹണിമൂൺ പോലും പോകാൻ പറ്റില്ല. ഹണിമൂൺ കൊറിയക്ക് പോകുന്നു വിചാരിച്ചതാ. ഇനിയിപ്പോ മക്കളൊക്കെ ഉണ്ടായിട്ട് പോരെ. നിങ്ങൾ എന്റെ ഒരു ആഗ്രഹം നടത്തി തരാൻ എന്റെ കുഞ്ഞിക്കൊക്കെ എന്റെ വീട്ടിന്റെ പേരെങ്കിലും ഇടാൻ നിങ്ങൾ സമ്മതിക്കുമോ? എന്റെ കുഞ്ഞിനെ കോമയെന്ന് വിളിക്കാനായിരിക്കട്ടോ. എന്റെ തമ്പുരാനെ, എനിക്ക് 7 പിള്ളേരുണ്ടാവണേ. 7 പേർക്ക് ഞാൻ പേരിപ്പഴാ ഇട്ട് വെച്ചേക്കുവാ. ഞാനൊരു കാര്യം പറയാം. എന്റെ കൂട്ടുകാരെല്ലാരും ഉള്ളു ഓരോരോ പേരും മക്കൾക്കിട്ട്. അവർക്കൊന്നും ഇല്ലാത്തൊരു പേര് ഞാൻ മോനും കരുതി വെച്ചേക്കുന്നത്. നിങ്ങളായിട്ട് നശിപ്പിച്ചോ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൂടി കൊറേക്ക് പോകും, ഉറപ്പാ. എന്നെ ഇട്ടേച്ച് കൊറേക്ക് പോകും ഇവിടെ ഇങ്ങനെ പറഞ്ഞിങ്ങ് കൊതിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് എപ്പം നടത്തും? എല്ലാം വിധിയുടെ വിളയാട്ടം. എന്റെ BTS